ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്കും യേശുവിനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ഐശ്വര്യ ടി.എസ്. ഞങ്ങൾ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ ഓമനപ്പുഴയിൽ നിന്നാണ്. എൻ്റെ അമ്മയ്ക്ക് പകരമാണ് ഞാനിന്നിവിടെ സാക്ഷ്യം പറയുന്നത്. ആദ്യമായി 2023 ഡിസംബർ 23 എൻ്റെ അമ്മ ഉടമ്പടി എടുക്കുന്നത്. ചെറിയ കടങ്ങളുള്ളത് കൊണ്ടായിരുന്നു ഞങ്ങൾ ആ സമയത്ത് ഉടമ്പടി എടുത്തിരുന്നത്. 1 വർഷം വരെ ഉടമ്പടി നല്ലോണം ഞങ്ങൾ കൊണ്ടുപോവുകയും ഞങ്ങളുടെ കടങ്ങളും ബാധ്യതകളും മാറി വരികയും ചെയ്തിരുന്ന സമയം 2025 ഡിസംബർ ആയപ്പോഴാണ് എൻ്റെ പപ്പാക്ക് ഒരു പനി വരികയും പനി വന്നിട്ട് പനി ഒട്ടും വിട്ടുമാറാതാവുകയും ചെയ്ത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്നും മരുന്ന് മേടിച്ച് കഴിച്ചിട്ടും പനി ഒട്ടും വിട്ടുമാറാത്ത അവസ്ഥയായിട്ട് ഞങ്ങൾ ആലപ്പുഴയിലുള്ള ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും മരുന്ന് മേടിക്കുകയും ഡോക്ടറിനെ കാണുകയും ചെയ്തിരുന്നു. ഡോക്ടറിനെ കണ്ടപ്പോൾ ആ സമയത്ത് പപ്പയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞിരുന്നത് പപ്പാക്ക് ഡെങ്കിപ്പനിയോ എലിപ്പനിയോ ആവാനുള്ള ചാൻസ് ഉണ്ട്, വേഗം തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോകണം, വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടറിനെ കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പിറ്റേന്ന് തന്നെ വണ്ടാനത്ത് പോയി ഡോക്ടറിനെ കണ്ടു. ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് അഡ്മിറ്റ് ആകണം, ഒരാഴ്ച അവിടെ അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരാഴ്ച അവിടെ അഡ്മിറ്റ് ആയപ്പോഴത്തേക്കും റിസൾട്ട് വന്നു. റിസൾട്ടിൽ പറഞ്ഞിരുന്നത് ഡെങ്കിപ്പനിയും എലിപ്പനിയൊന്നും ഇല്ല, പക്ഷേ ക്യാൻസറിൻ്റെ ഒരു വേരിയേഷൻ കാണിക്കുന്നുണ്ട്, വേഗം തന്നെ കോട്ടയത്ത് പോകണമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ കോട്ടയത്തോട്ട് പോയപ്പോഴത്തേക്കും അവർ ഞങ്ങളുടെ പറഞ്ഞത് 90% സെബാസ്റ്റ്യനും ബോഡിയിൽ എല്ലായിടത്തും ആയിപ്പോയി, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, വേഗം തന്നെ തിരുവനന്തപുരം RCC പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്നത്തെ ദിവസം വീട്ടിൽ വന്നു. പിറ്റേന്ന് അമ്മ പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോകണം. കൃപാസനത്തിൽ പോയി മാതാവിൻ്റെ അടുക്കെ പ്രാർത്ഥിച്ചു അച്ഛനെയും കണ്ടിട്ട് വേണം, അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് ഇവിടെ വന്നു, പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിച്ചു, അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും മേടിച്ചു. അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിൽ അച്ഛൻ പറഞ്ഞ് കുരിശ് നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും നെറ്റിയിലും ചെവിയുടെ ഇരുവശങ്ങളിലും തൈലം പൂശുകയും ചെയ്തിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞത് നിനക്കൊരു കുഴപ്പവുമില്ല, നിനക്കൊന്നും സംഭവിക്കത്തില്ല, ധൈര്യമായി നീ പൊക്കോളാൻ പറഞ്ഞു. ആ നിമിഷം തൊട്ട് ഞങ്ങളുടെ ഉള്ളിനുള്ളിൽ വളരെയധികം ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടായി. ഞങ്ങളുടെ അപ്പനെ ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഞങ്ങളുടെ ഉള്ളിൽ ഉണരുകയും ഞങ്ങൾ പിറ്റേന്ന് തന്നെ തിരുവനന്തപുരം RCC പോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ തന്നെ അവർ ഞങ്ങളുടെ പപ്പയുടെ ബോൺമാരെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു 3 ദിവസം സമയമെടുക്കും, അതുവരെ നിങ്ങൾ പുറത്ത് റൂമെടുത്ത് നിൽക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ പുറത്ത് റൂമെടുത്ത് നിന്നു. 3ാമത്തെ ദിവസമായപ്പോഴത്തേക്കും RCCന്ന് ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു വേഗം ഹോസ്പിറ്റലിലോട്ട് വരണം, ബെഡ് ആയിട്ടുണ്ട്, നിങ്ങൾ അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ RCCയിൽ പോയി പപ്പേനെ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ഡോക്ടർ അമ്മേനെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഡോക്ടറിൻ്റെ റൂമിലോട്ട് വരാൻ പറഞ്ഞു. അപ്പം തന്നെ എൻ്റെ അമ്മ മാതാവിൻ്റെ അടുക്കെ പറഞ്ഞു എൻ്റെ പരിശുദ്ധ അമ്മ മാതാവേ, ഞാനും എൻ്റെ കുടുംബവും ഉടമ്പടിയിലിരിക്കുന്നവരാണ്, ഞങ്ങളെ ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ പപ്പായ്ക്ക് ഒരു കുഴപ്പവും കൂടാതെ പഴയ പോലെ തന്നെ ഞങ്ങളുടെ പപ്പേനെ ഞങ്ങൾക്ക് തിരിച്ച് നൽകണമേ, അങ്ങനെ നൽകുവാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന്, കുടുംബമായിട്ട് വന്ന് സാക്ഷ്യം പറയാമെന്ന് മാതാവിൻ്റെ അടുക്കെ നേർന്നിട്ടാണ് എൻ്റെ അമ്മ ഡോക്ടറിനെ കാണാൻ വേണ്ടി റൂമിൽ കയറുന്നത്. ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് റൂമിൽ കയറി. ഡോക്ടർ അപ്പം തന്നെ അമ്മയുടെ പറഞ്ഞു കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മ ആ ഒരു ടെൻഷൻ്റെ പുറത്ത് അമ്മ പറഞ്ഞു ഇല്ല വേണ്ട ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ അമ്മേനെ നോക്കി ചിരിച്ചിട്ട് അമ്മയുടെ പറഞ്ഞു സെബാസ്റ്റ്യന് 90% ബോഡിയിൽ എവിടെയും ആയിപ്പോയിട്ടില്ല, നമുക്കത് ചികിത്സിച്ച് മാറ്റാവുന്ന കാര്യമേ ഉള്ളൂ. 5 കീമോ ഉണ്ട്, 5 കീമോയും നമുക്ക് എടുക്കണം, ചെറിയൊരു വേരിയേഷൻ മാത്രമേ ബോഡിയിൽ കാണുന്നുള്ളൂ, നമുക്കത് ചികിത്സിച്ചാൽ മാറാവുന്ന കാര്യമേ ഉള്ളെന്ന് പറഞ്ഞു. അന്ന് തന്നെ എൻ്റെ അമ്മ അങ്ങനെ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ പപ്പാക്ക് കൊടുക്കുമായിരുന്നു. ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും, ഉപ്പ് വെള്ളത്തിൽ കലർത്തി എൻ്റെ പപ്പാക്ക് കുടിക്കാൻ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നിരന്തരം പ്രാർത്ഥനയൊക്കെ ചൊല്ലുമായിരുന്നു. അതിൻ്റെ ഫലമായി 5 ഉടമ്പടിയും ഞങ്ങൾക്ക് ഒരു കുഴപ്പവും കൂടാതെ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റി. പപ്പേനെ ഞങ്ങൾക്ക് വളരെയധികം സൗഖ്യത്തോടെ തിരിച്ചു നൽകുകയും പൂർണ്ണ ആരോഗ്യവനായി ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എൻ്റെ അമ്മ പത്രം വാങ്ങി ഹോസ്പിറ്റലിലുള്ള എല്ലാവർക്കും കൊടുക്കുകയും RCCയിൽ ഇതുപോലെ അസുഖമായി കിടക്കുന്ന എല്ലാവർക്കും പത്രം വിതരണം ചെയ്യുകയും കൃപാസനത്തിനെ പറ്റിയും കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയുടെ അത്ഭുതങ്ങളെ പറ്റിയും
അവിടെയുള്ള ആൾക്കാർക്ക് പകർന്നു കൊടുക്കുകയും അവിടെയുള്ളവർ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും രോഗം സൗഖ്യമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും ഉണ്ടായി. കാരുണ്യ പ്രവർത്തികൾ പാവപ്പെട്ട ആൾക്കാർക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധം ഞങ്ങൾ സഹായങ്ങൾ ചെയ്തിരുന്നു. അവിടെ പാവപ്പെട്ടവരായി കിടക്കുന്ന അസുഖങ്ങളായി കിടക്കുന്നവരെ ഞങ്ങൾ പൈസ കൊടുത്ത് സഹായിക്കുകയും അവരെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധം ഞങ്ങൾ സഹായിക്കുകയും ചെയ്തിരുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ രോഗം എന്നിൽ നിന്ന് മാറ്റി തന്ന എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ കുടുംബത്തിന് 1000 നന്ദി. ജീവിതകാലം മുഴുവനും ഞാൻ ഇല്ലെന്ന് പോകുന്ന ഭൂമിയിൽ പരിഗണന തിരിച്ചു പോയതാണ് ഞാൻ. എനിക്ക് തിരിച്ചു കിട്ടിയ എൻ്റെ അനുഗ്രഹം എൻ്റെ അമ്മ ഈശോയ്ക്ക് ഞാൻ 1000 നന്ദി എൻ്റെ കുടുംബം സമർപ്പിക്കുന്നു. യോഹന 2:7 എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ എത്തി. ഐശ്വര്യ എന്ന ഈ മകൾ തൻ്റെ അപ്പനുണ്ടായ ക്യാൻസർ രോഗത്തെക്കുറിച്ചും അതിൻ്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ചും ജോസഫച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലേക്ക് ഏറെ പ്രത്യാശയോടെ അണഞ്ഞതും അച്ഛൻ ഒരു കുഴപ്പവുമില്ല സൗഖ്യം പ്രാപിക്കുമെന്ന് പ്രത്യാശയോടുകൂടി പ്രാർത്ഥിച്ച് കാശ്രൂപം കൊടുത്ത് തൈലം പൂശി ബലപ്പെടുത്തി മകനെ തിരികെ അയക്കുന്നതും കോട്ടയത്ത് ശരീരം മുഴുവനും 90% ക്യാൻസർ പടർന്നുപോയി ഏറെ ക്ലേശാവസ്ഥയിലാണ് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നിന്നും RCCയിൽ ചെന്ന് 3 നാൾ കഴിയുമ്പോൾ അച്ഛനെ കണ്ടിട്ടാണ് RCCയിൽ ചെന്ന് 3 നാൾ കഴിയുമ്പോൾ 90% ശരീരത്തിലെങ്ങും ക്യാൻസർ ഇല്ല, വളരെ നിസ്സാരമായി ചികിത്സിച്ച് മാറ്റാവുന്ന അണുക്കളെ ശരീരത്തിലുള്ളൂ, അതുകൊണ്ട് ഭയപ്പെടേണ്ട എന്ന പ്രത്യാശയോടുകൂടിയാണ് ഈ സഹോദരനെ അവിടെ സ്വീകരിക്കുന്നത്. കുടുംബം ഓരോ തവണയും പ്രതിസന്ധിയുടെ നിമിഷങ്ങളിൽ, ആകെ ജീവിതം മരവിച്ചു നിൽക്കുന്ന നിമിഷങ്ങളിൽ ഓരോ അവസരത്തിലും വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിലുള്ള ശരണത്തെ കൂടുതൽ ഉറപ്പിച്ചുകൊണ്ട് അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സഹോദരന് വേണ്ടി എങ്ങനെ ജീവിച്ചുവെന്ന വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. കോട്ടയത്ത് നിന്ന് അതീവ ഗുരുതരാവസ്ഥയെന്ന് പറയുമ്പോൾ നേരെ ഓടി കൃപാസനത്തിൽ വന്ന് അമ്മയുടെ അരികിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് മകനെ ഏൽപ്പിച്ചു കൊടുത്തത്. അച്ഛൻ്റെ പ്രാർത്ഥനാപരത്തിലും ദൈവസന്നിധിയിലുള്ള പ്രത്യേകമായ കൃപയിലും ശുദ്ധിയിലും അച്ഛൻ മകന് വേണ്ടി പ്രാർത്ഥിച്ച് ശൈത്യപൂശ് ബലപ്പെടുത്തി അമ്മയിൽ നിന്നും ഈശോയിൽ നിന്ന് ലഭിച്ച സന്ദേശം നിനക്കൊരു കുഴപ്പവുമില്ല, സൗഖ്യപ്പെടുമെന്ന സന്ദേശം കൈമാറിയാണ് മക്കളെ ഈ ആലയത്തിൽ നിന്നും പുറത്തേക്ക് വിടുന്നത്. വീണ്ടും ആശുപത്രിയിൽ RCCയിൽ അവരെ പരിശോധനയ്ക്ക് ശേഷം തിരികെ വിളിക്കുമ്പോൾ എന്തും പറയാവുന്ന സാഹചര്യത്തിൽ അമ്മ മാതാവിനോട് ജീവിത പങ്കാളി പറയുന്ന വാക്കുകളും എൻ്റെ പങ്കാളിയെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ പൂർണ്ണമായും എനിക്ക് തിരിച്ചു തരണം എന്ന അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താണ് ഡോക്ടറിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ വേണ്ടി മുറിയിലേക്ക് പ്രവേശിച്ചതെന്നും സൂചിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ തകർന്നു പോകുന്ന നിമിഷങ്ങളിൽ, നാം ഇല്ലാതാകുന്നുവെന്നറിയുന്ന നിമിഷങ്ങളിൽ നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൽ ശരണപ്പെടുവാനും ദൈവം മതിയായവനെന്ന് ആഗ്രഹത്തോടും വിശ്വാസത്തോടും കൂടി നമുക്ക് പറയുവാനും സാധിക്കുമോ? അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആസ്തിയും മാറ്റും അളക്കപ്പെടുന്നത്, കാതലളക്കപ്പെടുന്നത്. അല്ലെങ്കിൽ നാം ഒരു പ്രതിസന്ധിയും പരാജയവും ജീവിതത്തിൽ തകർച്ചയും വരുമ്പോൾ ഉടഞ്ഞു പോകുന്നവരായി, വേഗം മനസ്സിടിയുന്നവരായി, ദൈവത്തെപ്പോലും വിശ്വാസമില്ലാതെ ഉപേക്ഷിച്ചു പോകുന്നവരായി നാം മാറുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസം അത് വളരെ ഷാലോയാണ്. അത് കാറ്റൂതുമ്പോൾ തകർന്നു പോകുന്ന മണൽപ്പുറത്തെ ഭവനം പോലെ വളരെ ബലഹീനമായതാണ്. നമ്മോട് ആവശ്യപ്പെടുക, നിന്റെ ജീവിതത്തിൻ്റെ ക്ലേശനാളുകളിൽ നിന്നെ വിശ്വാസം പരിശോധിക്കുന്ന, പരിശോധിക്കപ്പെടുന്ന നിന്റെ ദിവസങ്ങളിൽ എത്ര കണ്ട് ജോബിനെ പോലെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി, സ്തെഫാനോസിനെ പോലെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നിന്റെ ആത്മാവിനെയും ജീവിതത്തെയും കൊടുക്കുവാൻ നിനക്ക് സാധിക്കുമെന്നാണ്. ശരിക്കും ഈ ജീവിത പങ്കാളി കൃത്യമായും അമ്മ മാതാവിൻ്റെ ശരണപ്പെട്ട മനസ്സോടുകൂടി ഉടമ്പടിയിൽ ഉറച്ചു വിശ്വസിച്ച് ആ രോഗത്തിൻ്റെ മുഴുവൻ നാളുകളിലും എന്താണോ വിശ്വാസത്തിൽ ചെയ്യാനാവുന്നത് അത് മുഴുവനും ചെയ്തു കൊടുത്ത് തൻ്റെ ഭർത്താവിനെ നേടിയതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവെച്ചത്.
ദൈവം നമുക്കെല്ലാത്തിനും മതിയായവനാണ്. നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ടും വിചാരം കൊണ്ടും ഉത്തരമില്ലാത്തതെല്ലാത്തിനും ദൈവസന്നിധിയിൽ നമുക്ക് ഉത്തരമുണ്ട്. അവൻ നമ്മളെ കാണുന്നു. ജീവൻ മരവിച്ചു പോകുമ്പോഴും അവൻ്റെ ആലയത്തിലേക്ക് കണ്ണീരോടെ നിങ്ങൾ പ്രാർത്ഥന ഉയർത്തുമെങ്കിൽ അവൻ കരം പിരിച്ചനുഗ്രഹിക്കുകയും ചെവി ചായ്ച്ച് കൂടെ വരികയും നിന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങൾക്കും സഹോദരൻ ലഭിച്ച രോഗസൗഖ്യത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.